തിരുവനന്തപുരത്ത് പൂന്തുറയിൽ കഴിഞ്ഞ ദിവസം ഒരു ആത്മഹത്യ നടന്നു. സിന്ധു എന്ന പേരുള്ള ഒരു 38 വയസ്സുള്ള യുവതിയാണ് മരിച്ചത്. അവരുടെ ആരാണ് അവരെന്ന് വ്യക്തമാക്കി പറയാം. വനിതാ കമ്മീഷൻ ഇനി ഇതിൻ്റെ പേരിൽ നടപടിയുമായി വരുമോ എന്നറിയില്ല. കാരണം ഭാഷ മാറ്റണം, പ്രയോഗങ്ങൾ മാറ്റണമെന്ന വനിതാ കമ്മീഷൻ്റെ നിർദ്ദേശം ശുപാർശയായി സർക്കാരിൻ്റെ മുന്നിലുണ്ട്. അത് മീഡിയ അക്കാദമിയും ഒക്കെ പരിശോധിച്ച് വരികയാണ്, പുതിയ ഭാഷകൾ. പക്ഷേ നമുക്കിപ്പോഴും ആ വാക്ക് തന്നെ പറയണം. കാരണം ഈ സിന്ധു എന്ന് പറഞ്ഞ ലേഡിക്ക് 2 മക്കളുണ്ട്, ഭർത്താവുണ്ട്. ഇവർ നല്ല കുടുംബജീവിതം, സന്തുഷ്ട കുടുംബജീവിതം നയിക്കുന്ന ഒരു വീട്ടമ്മയായിരുന്നു. അപ്പോഴാണ് ഇവരുടെ സഹപാഠികൾ, സ്കൂൾ മേറ്റ്സ്, നമുക്കറിയാം ക്ലാസ്മേറ്റ്സ് സിനിമ വന്ന ശേഷം തച്ചിന് എല്ലാ സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കാറുണ്ട്. അങ്ങനെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ ഈ സിന്ധു പങ്കെടുക്കുന്നു. സിന്ധു പങ്കെടുക്കുമ്പോൾ സിന്ധുവിൻ്റെ കളിക്കൂട്ടുകാരനായിരുന്ന അരുൺ വി നായർ എന്ന ചെറുപ്പക്കാരനെ, അദ്ദേഹത്തിന് ഇതേ പ്രായമൊക്കെ, ക്ലാസ്മേറ്റിനെ കണ്ടുമുട്ടുന്നു സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ വെച്ച്. തുടർന്ന് ഇവർ ചാറ്റിങ്ങായി, പിന്നെ എന്താണ് പണമിടപാടായി, പ്രണയമായി. അങ്ങനെ അരുൺ വി നായരാണെങ്കിലോ കല്യാണം കഴിച്ചിട്ടില്ല, അവിവാഹിതനാണ്. സിന്ധു കല്യാണം കഴിഞ്ഞ് 2 മക്കളും ഭർത്താവും ഒക്കെ ഉണ്ട്, സന്തുഷ്ട കുടുംബം. പക്ഷേ അരുൺ വി നായർ കല്യാണം കഴിച്ചിട്ടില്ല, അവിവാഹിതനാണ്. അത്യാവശ്യം കാശൊക്കെ ഉള്ള ചുറ്റുപാടുള്ള ആളാണ്. പിന്നെ പണമിടപാടായി പരസ്പരം. സിന്ധു ഈ അരുണിന് വേണ്ടി ചില ആളുകളിൽ നിന്ന് പൈസ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് എന്നാണ് പോലീസ് അന്വേഷണത്തിൽ തെളിയുന്നത്. അങ്ങനെ സിന്ധു പറയുന്നു സിന്ധുവിനെ അരുൺ കല്യാണം കഴിക്കണം. ആ ഒരു തരത്തിലോട്ട് ഇവരുടെ ബന്ധം വഷളാകുന്നു. കല്യാണം കഴിക്കുക ബന്ധം കൂടുതൽ മുറുകുകയല്ല, ഞാൻ പറയുന്നത് വഷളാകുന്നു. വഷളായ ബന്ധമായതുകൊണ്ടാണ് അങ്ങനെ പ്രയോഗിക്കുന്നത്, വഷളാകുന്നു. അപ്പോൾ അരുൺ വി നായർ അതിനെ സമ്മതിക്കുന്നില്ല. കാരണം എന്താണ്? അതൊരു ശരിയായ ബന്ധമല്ലെന്ന് അയാൾ തിരിച്ചറിഞ്ഞിരിക്കണം. അയാൾക്ക് ഇങ്ങനെ ഒരു ടൈം പാസ്, കല്യാണം കഴിക്കാതൊക്കെ നടക്കുകയില്ല. അതുകൊണ്ട് ടൈം പാസിന് വേണ്ടി പ്രണയിച്ചു, പ്രേമസല്ലാപങ്ങളിൽ പെട്ടു, ചാറ്റ് ചെയ്തു, കാശ് വാങ്ങി, ഇങ്ങനെ പോവുക, അതാണ് അയാളുടെ ലക്ഷ്യം. പക്ഷേ എന്ത് ചെയ്യാം, നിർഭാഗ്യവശാൽ സിന്ധു അതങ്ങ് അസ്ഥിയിൽ പിടിച്ച പ്രേമം പോലെ കൊണ്ടു നടന്നു. അയാളോട് കല്യാണം കഴിക്കാൻ ആവശ്യപ്പെടുന്നു. അയാൾ അതിന് വിസമ്മതിക്കുക മാത്രമല്ല, അയാൾ മറ്റൊരു കല്യാണത്തിന്, രക്ഷിതാക്കൾ പറഞ്ഞ മറ്റൊരു കല്യാണത്തിന് സമ്മതിക്കുകയും ചെയ്യുന്നു. ഇത് സിന്ധു പറഞ്ഞു. പിന്നെ തീർന്നില്ലേ, കോലാഹലമായില്ലേ, ആകെ പുകിൽ. പൂന്തുറ ഭാഗത്ത് കുറേ ആളുകൾക്കെങ്കിലും ഈ കഥ കൃത്യമായി അറിയാം. ആകെ ബഹളമായി. കഴിഞ്ഞ വ്യാഴാഴ്ച അരുൺ കാറിൽ സഞ്ചരിക്കുമ്പോൾ കാറ് സിന്ധു വഴിയിൽ തടഞ്ഞു നിർത്തിയ ശേഷം കാറിനുള്ളിൽ കയറി, കയ്യിൽ കരുതിയിരുന്ന കത്തി വെച്ച് കാറിൻ്റെ സീറ്റ് മുഴുവൻ കുത്തിക്കീറി. അരുണിനോടുള്ള പക ആലോചിച്ച് നോക്കുക. ഇത് സംഭവിച്ച കാര്യമാണ്, ഞാൻ കയ്യിൽ നിന്ന് പറയുന്നതല്ല. ഇതൊക്കെ പോലീസ് റിപ്പോർട്ടിലുള്ള കാര്യമാണ്. കഴിഞ്ഞ 2 ദിവസം മുമ്പേ നടന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ അരുണിൻ്റെ കാറ് മുഴുവൻ കുത്തി നാശപ്പെടുത്തി. തടയാൻ ശ്രമിച്ച അരുണിനും കിട്ടി 2-3 കുത്ത്. ആലോചിച്ച് നോക്കുക. അങ്ങനെ പകമൂത്ത സിന്ധു അരുണിനെയും 2-3 കുത്തൊക്കെ കുത്തി ഇറങ്ങിപ്പോയി. എന്തിനാണ്? അരുൺ വേറെ കല്യാണം കഴിക്കുന്നു. വല്ല ആവശ്യമുണ്ടോ ഈ സ്ത്രീക്ക്? അവർക്ക് ഭർത്താവും 2 മക്കളുമുണ്ട്, സന്തുഷ്ട കുടുംബം നയിച്ചിരുന്നതല്ലേ. പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ വെച്ച് സ്കൂളിൽ ഒപ്പം പഠിച്ച ഒരാളെ കണ്ടു, അയാൾ അവിവാഹിതനാണെന്ന് പറഞ്ഞിട്ട് അയാളെ പ്രണയിച്ച് അയാൾ തന്നെ കല്യാണം കഴിക്കണമെന്ന നിർബന്ധ ബുദ്ധി ഈ പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഈ യുവതിക്ക് ആവശ്യമായിരുന്നോ? ഇല്ല. അങ്ങനെ ആകെ ഇവരുടെ മനസ്സിൻ്റെ സമനില തെറ്റി. ആവശ്യമായിരുന്നില്ല നമുക്ക് പറയാം, പക്ഷേ അവരുടെ മനസ്സ് അങ്ങനെ ആയിപ്പോയി. അവരുടെ മനസ്സിൻ്റെ സമനില ആകെ തെറ്റി. ആ വാഹനം മുഴുവൻ കുത്തി നശിപ്പിച്ച് അരുണിനെ 2 കുത്തൊക്കെ കുത്തി അന്ന് വീട്ടിൽ പോയി. എന്നാൽ കഴിഞ്ഞ ദിവസം സംഭവിച്ചതോ? കഴിഞ്ഞ ദിവസമല്ല, വ്യാഴാഴ്ച സംഭവിച്ചത് മറ്റൊരു കാര്യം. ഇവർ അരുണിൻ്റെ വീട്ടിലേക്ക് ഇടിച്ചു കയറി വരുന്നു. സിന്ധു ഇടിച്ചു കയറി വന്നിട്ട് അരുണിൻ്റെ മുറി തള്ളി തുറക്കുന്നു. അപ്പോഴേക്ക് അരുണിൻ്റെ വല്യമ്മ, അമ്മയുടെ ചേച്ചി അവിടെ ഉണ്ടായിരുന്നു. അവർ ഈ സ്ത്രീയെ തടയാൻ ശ്രമിച്ചു. നിങ്ങൾ ആരാണ്, എന്തിനാണ് ഇവിടെ ഇടിച്ചു കയറി വരുന്നത്, നിങ്ങൾ മാറി നിൽക്കൂ, പോകൂ, പുറത്തോട്ട് പോകൂ എന്നൊക്കെ പറയാൻ ശ്രമിക്കുന്നു. അപ്പോൾ ആ വല്യമ്മച്ചിയെ ഈ സിന്ധു പിടിച്ചു തള്ളി നിലത്തിടുന്നു. എന്നിട്ട് അരുണിൻ്റെ മുറിയിൽ കയറി കഥ കടയ്ക്കുന്നു. ആ വല്യമ്മ കുറേ തവണയൊക്കെ വിളിച്ചു, സിന്ധുവെ നിങ്ങൾ വാതിൽ തുറക്കൂ. അയൽക്കാരും വന്ന് വിളിച്ചു. പക്ഷേ അതിനകം തന്നെ സിന്ധു എന്ത് ചെയ്തു? തൂങ്ങി മരിച്ചു. കഷ്ടം തന്നെ. ആലോചിച്ച് നോക്കുക. ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം വരുത്തി വെച്ച പാട്. ഈ സംഭവം വായിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അറിയുമ്പോൾ നമുക്ക് ഞെട്ടലുണ്ടാകണം. മാറി വരുന്ന സാഹചര്യത്തിലുണ്ടാകുന്ന അവിഹിത ബന്ധങ്ങൾ, പ്രണയബന്ധങ്ങളൊക്കെ കുടുംബ ബന്ധത്തെ വഷളാക്കിയിട്ട് ഇങ്ങനെ മുന്നേറുന്നത് നമ്മൾ അറിയണം. ഇത്തരം പ്രണയബന്ധങ്ങളും ഇത്തരം ബന്ധങ്ങളുമൊക്കെ സമൂഹത്തിന് നല്ലതാണോ? ഇങ്ങനെയാണോ പ്രണയിക്കേണ്ടത്? 2 മക്കളും ഭർത്താവും ഒക്കെ ഉള്ളപ്പോൾ എന്തിനാണ് തൻ്റെ സഹപാഠിയെ പ്രണയിക്കാൻ വീണ്ടും ഇറങ്ങിത്തിരിച്ചത്? അങ്ങനെയല്ലേ ആ യുവതിക്ക് ജീവൻ നഷ്ടമാകേണ്ടി വന്നത്? പിന്നെ അവരുടെ ക്യാരക്ടർ അസാസിനേഷൻ അല്ലേ നടത്തുന്നത്. ആളുകൾക്ക് എന്തുമാകാം, എപ്പോഴും പ്രണയിക്കാം, അതിനൊന്നും ഒരു വിരോധമില്ല. പക്ഷേ ഈ കേസിൻ്റെ മെരിറ്റ് നോക്കുമ്പോൾ ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. കാരണം ആ 2 മക്കൾ അനാഥരായി. അവിടെയാണ് എൻ്റെ കൺസേൺ ഉള്ളത്. കാരണം 2 മക്കൾ അനാഥരായിപ്പോയി. ഈ അമ്മയുടെ ഈ പിടിവാശി കാരണം, അല്ലെങ്കിൽ അമ്മയുടെ ഇങ്ങനെയുള്ള ചിന്താഗതി കാരണം 2 മക്കളാണ് അനാഥരായിപ്പോയത്. അവിടെയാണ് നമ്മുടെ വേദന പങ്കുവെക്കുന്നത്. ഏതായാലും പോലീസ് അരുൺ വി നായരെ ഉടനെ തന്നെ കസ്റ്റഡിയിലെടുത്തു. അയാളുടെ മുറിയിലാണല്ലോ ഇവർ തൂങ്ങി നിന്നത്. കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്തു. അയാൾക്കുണ്ടായ മുറിവുകളും കാര്യങ്ങളുമൊക്കെ വിശദമായി പറഞ്ഞു.
പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മറ്റ് അസ്വാഭാവികമായ കാര്യങ്ങളില്ല, തൂങ്ങിമരണം തന്നെയാണെന്ന് വന്നു. അങ്ങനെ അരുൺ വി നായരെ പോലീസ് പറഞ്ഞു വിട്ടു, നിങ്ങൾ പൊക്കോളൂ എന്ന് പറഞ്ഞു. കാരണം ആത്മഹത്യാക്കുറിപ്പുകളൊന്നുമില്ല, ഇയാളാണ് പ്രേരിപ്പിച്ചതെന്ന് തെളിയിക്കാൻ വഴിയില്ല. കാരണം ഇയാളെ തലേദിവസം അവർ കുത്തിയിട്ടുണ്ടല്ലോ. എന്നിട്ട് ഇയാൾക്ക് വേണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടാം, ഇയാളുടെ കാറൊക്കെ നശിപ്പിച്ചത് പോലീസും കണ്ടല്ലോ, കാരണം തെളിവുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അരുൺ വി നായരെ പോലീസ് പറഞ്ഞു വിടുകയും ചെയ്തു. തിരുവനന്തപുരത്ത് പൂന്തുറയിൽ നിന്ന് സിന്ധുവിൻ്റെ വാർത്ത വായിക്കുമ്പോൾ ആ രണ്ട് മക്കളുടെ കണ്ണീർ, അവരുടെ അനാഥത്വമൊക്കെ വല്ലാത്ത വേദനയും സൃഷ്ടിക്കുന്നുണ്ട്.